പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികളാണ് ഹസനും ഹുസൈനും. അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെയും 2 സന്തതികൾ. അതിൽ മൂത്ത സന്തതിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെ സന്തതിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആ മുതുകിൽ കയറി സുജൂദിൽ പോകുമ്പോഴും ആ പേരക്കുട്ടികൾ നബിയോടൊപ്പം ഉണ്ടാവുമായിരുന്നു. നബിയുമായിട്ട് കൂടുതൽ കളിച്ചിരുന്നതും നമ്മളിപ്പോൾ പറയുന്നത് പോലെ കുട്ടികളുമായിട്ട് ആന കളിക്കുക പോലെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏർപ്പെട്ടിരുന്നു. സുജൂദിലേക്ക് പോകുമ്പോൾ ആ പേരക്കുട്ടികൾ മുതുകിൽ കയറിയിരിക്കുമ്പോൾ അതിനെ ശാസിക്കുകയോ അല്ലെങ്കിൽ ഇറക്കി വിടുകയോ ചെയ്തിരുന്നില്ല. ആ കുട്ടിയെയും വെച്ചുകൊണ്ടാണ് പ്രവാചകൻ നമസ്കരിച്ചു കൊണ്ടിരുന്നത്. പ്രവാചകൻ ഫാത്തിമ റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്ന സമയത്ത് വളരെ സന്തോഷിക്കുകയും ആ ഫാത്തിമയുടെ അടുക്കൽ ചെന്നിട്ട് ആ കുട്ടിയെ എടുക്കുകയും അലി റളിയല്ലാഹു അൻഹുവിനോട് പേര് ചോദിച്ചപ്പോൾ ഹർബ് എന്ന് പേര് പറയുകയും അത് പരുഷമാണെന്നും ഹസൻ എന്ന് പേരിടാമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തു. അങ്ങനെ 2 കുട്ടികൾക്കും പേരിട്ടതും ഹസൻ ഹുസൈൻ എന്ന് പേരിട്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇവർ 2 പേര് ജനിക്കുമ്പോഴും പ്രവാചകൻ പറഞ്ഞിരുന്നു, അള്ളാഹുവേ, എനിക്ക് ഈ കുട്ടികളെ വളരെ ഇഷ്ടമാണ്, നീയും ഇവരെ ഇഷ്ടപ്പെടണമേ, ഇവരെ ഇഷ്ടപ്പെടുന്നവരെയും നീ ഇഷ്ടപ്പെടണേ എന്ന് ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഷിയാക്കളുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഈ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഹിജ്റ 3 ഹസൻ ജനിക്കുന്നതെങ്കിൽ ഹിജ്റ 4 ഹുസൈൻ ജനിക്കുന്നത്. അങ്ങനെ ഹസൻ ഹുസൈൻ്റെ ചരിത്ര സംഭവത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ, ധാരാളം പാഠം ഉൾക്കേണ്ടുന്ന സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഹസൻ റളിയല്ലാഹു അൻഹു വളരെ സമാധാനപ്രിയനും ശാന്തനും, അതുപോലെ അലി റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടപ്പോൾ അതിനുശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ആ ജനങ്ങളെയെല്ലാം, മുസ്ലിങ്ങളെയൊക്കെ ഒന്നിച്ചൊരു നേതൃത്വത്തിൽ കൂടുതൽ കീഴിൽ കൊണ്ടുവരണമെന്നും ഇസ്ലാം വളരെയധികം വ്യാപിപ്പിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. എന്നാൽ ഹുസൈൻ അപ്രകാരമായിരുന്നില്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചിന്താഗതിയോട് യോജിക്കാത്ത ആളായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഹസൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 50 മരണപ്പെടുന്നതെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 61 മരണപ്പെടുന്നത്. മുഹറം മാസത്തിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. കർബല യുദ്ധവേളയിലാണ് അദ്ദേഹത്തെ വധിക്കപ്പെടുന്നത്. ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം യുദ്ധങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഷിയാക്കളുടെ ഇമാമ് എന്ന് തന്നെ ഈ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പറയപ്പെടുന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ പിന്നെ പ്രവാചക മരണത്തിന് ശേഷം അടുത്തത് അലി റളിയല്ലാഹു അൻഹു ആണ് ഭരണം ഏറ്റെടുക്കേണ്ടതെന്ന് ഇവർ വാദിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്ര സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. കൂടുതൽ മനസ്സിലാക്കുക, പഠിക്കുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.